ഹായ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾ എക്സാമിന് റെഡി ആയോ എന്ന് അറിയാനുള്ള ഒരു ടെസ്റ്റാണ്. നിങ്ങൾക്ക് ഞാൻ ബയോളജിയിൽ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ തരാം. അത് നിങ്ങൾ 1 മിനിറ്റിനുള്ളിൽ സോൾവ് ചെയ്യണം. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ചിട്ടില്ലെങ്കിൽ ആദ്യം ഒന്ന് ഹെഡ്സെറ്റ് വെക്കുക. ഇത് ഈ ടെസ്റ്റിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഹെഡ്സെറ്റ് ഇല്ലെങ്കിൽ ഫോണിന്റെ വോളിയം മാക്സിമത്തിൽ വെക്കുക. ഓക്കെ, ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ടൈം ഇസ് അപ്പ്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ അത് കറക്റ്റ് ആയോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കുറച്ച് പേർക്ക് ഈ ടോപ്പിക് അറിയാത്തതുകൊണ്ട് ചിലപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ജെനറ്റിക്സ് ചാപ്റ്റർ ഒക്കെ ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ഇനി ഈ ഇടയിൽ കൂടെ വന്ന സൗണ്ടുകളൊന്നും എഫക്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ then you have good focus. എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഡിസ്ട്രാക്ഷൻ ഒന്നും നിങ്ങളെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇനി ഇതിൽ ആർക്കെങ്കിലും ഇതിന്റെ ആൻസർ അറിയായിരുന്നു, പക്ഷേ ഇടയിൽ കൂടെ വന്ന സൗണ്ടുകൾ ഡിസ്ട്രാക്ട് ചെയ്തതുകൊണ്ട് ക്വസ്റ്റ്യൻ ശരിക്കും ഫോക്കസ് ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ. ഇത് കാരണം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട. ഇതൊരു എക്സാജറേറ്റഡ് വെർഷൻ ആയിരുന്നു. ഇത്രയ്ക്ക് ഡിസ്ട്രാക്ഷൻ ഒന്നും എന്തായാലും നിങ്ങളുടെ എക്സാം ഹോളിൽ നിന്ന് വരാൻ പോകുന്നില്ല. മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾക്ക് നല്ല പീസ്ഫുൾ ആയിട്ട് എക്സാം എഴുതാൻ പറ്റിയ നല്ലൊരു എൻവയൺമെന്റ് തന്നെ നിങ്ങളുടെ സെൻറ്ററിൽ കിട്ടും. ബട്ട് ഇൻ കേസ് ഇതുപോലെ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് വന്നാൽ അതൊന്നും നിങ്ങൾക്ക് മാർക്ക് പോകുന്നതിന് ഒരു എക്സ്ക്യൂസ് ആക്കാൻ പറ്റത്തില്ല. ഇതിന് സൊല്യൂഷൻ സിമ്പിൾ ആണ്. നമ്മളൊരു കാര്യം ശ്രദ്ധിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും ഒരു സൗണ്ട് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശ്രദ്ധ കുറച്ചെങ്കിലും അങ്ങോട്ട് പോകും. കാരണം അത് നമ്മുടെ നോർമൽ ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. നമ്മളെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യാൻ സാധ്യതയുള്ള എന്തെങ്കിലും ആണോ അതെന്ന് നമ്മുടെ ബ്രെയിൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നതാണ്. സോ എക്സാമിൻ്റെ ഇടയിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഡിസ്ട്രാക്റ്റഡ് ആയി പോയാൽ പ്രശ്നമില്ല. പക്ഷെ അത് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിച്ച സമയം കളഞ്ഞാലേ പ്രശ്നമാവുള്ളൂ. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഫോക്കസ് ഒന്ന് മാറിപ്പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നീട്ടിയൊരു ശ്വാസം എടുക്കുക, കാം യുവർ സെൽഫ് ഡൗൺ ആൻഡ് ഗെറ്റ് ബാക്ക് ഇൻ ദ സോൺ. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആദ്യമായിട്ട് എക്സാം ഹോളിൽ ആയിരിക്കരുത് ഫേസ് ചെയ്യുന്നത്. നിങ്ങൾ ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് ചിലപ്പോൾ സ്റ്റഡി ഹാളിലിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഒരു കൺട്രോൾഡ് എൻവയൺമെന്റിലായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എക്സാമിന്റെ സമയത്ത് ഇതുപോലെ ചില ഡിസ്ട്രാക്ഷൻസ് വരാം. ചിലപ്പോൾ കറണ്ട് പോയിട്ട് ഭയങ്കര ചൂടാകാം. സോ ബേസിക്കലി ഇപ്പോൾ ഉള്ളതിനെക്കാട്ടും കുറച്ചുകൂടെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ കുറച്ച് പേർക്ക് ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരും. അത് വലിയൊരു പ്രശ്നമൊന്നുമല്ല, അതൊന്ന് യൂസ്ഡ് ആയാൽ മതി. സോ നിങ്ങൾ കുറച്ച് സൗണ്ട് ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ പോയും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. അത് വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. ഇപ്പം തന്നെ ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിനൊരു സൊല്യൂഷൻ ഇപ്പം തന്നെ കണ്ടുപിടിച്ച് വെക്കാം. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് ആദ്യമായിട്ട് ഫേസ് ചെയ്യേണ്ട വന്ന് അപ്പം സമയം പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ഷെയർ ചെയ്യുന്നത്. ഹ്യൂമൻ ഫിസിയോളജിയിലെയും എവല്യൂഷൻ ജെനറ്റിക്സ് ചാപ്റ്റേഴ്സിലെയൊക്കെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റുകളുടെ വീഡിയോസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ കുറച്ച് പേര് പറഞ്ഞതനുസരിച്ച് അതും ഇനി വരുന്ന ദിവസങ്ങളിൽ ഇടാം. അതുപോലെ നമ്മുടെ പോളിൻ്റെ റിസൾട്ട് അനുസരിച്ചുള്ള വീഡിയോയും ഉടനെ പ്രിപ്പയർ ചെയ്യാം. ഇനി നമ്മുടെ മുമ്പിൽ ബേസിക്കലി ഒരു 2 ആഴ്ചയേ ഉള്ളൂ. സോ ഇതുവരെയുള്ള പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നാലും കുഴപ്പമില്ല. അതിനെക്കുറിച്ച് ഇനി ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇനിയുള്ള 2 ആഴ്ച നമുക്ക് ആഞ്ഞു പിടിക്കാം. ഓക്കെ, സോ ഡു യുവർ ബെസ്റ്റ്. നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം.